വെൽക്കം ടു സിലബസ് അക്കാഡമി. എല്ലാവർക്കും സിലബസ് അക്കാഡമി ഫിസിക്കൽ സയൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ സിലബസ് ബേസ്ഡ് ആയ ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഒന്നാമത്തെ യൂണിറ്റ് ആയ വേവ്സ് എന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. വേവ് മോഷൻ. എന്താണ് വേവ് മോഷൻ എന്ന് പറയുന്നത്? ദ പാറ്റേൺ വിച്ച് മൂവ്സ് without actual physical transfer or flow of matter as a whole are called waves. നമുക്കറിയാം, നമ്മൾ ഒരു അൺഡിസ്റ്റർബ്ഡ് ആയ ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡീസിലോ ഒരു കല്ല് കൊണ്ട് ഇടുകയാണെങ്കിൽ അത് എന്തുണ്ടാക്കും? ആ വെള്ളത്തിൽ ഒരു റിപ്പിൾ ഉണ്ടാക്കും, അല്ലെ? ആ റിപ്പിൾ വേവ് ഫോമിലാണുള്ളത്, അല്ലെ? കടലിലെ വേവ് ഫോമിലാണ് ഇത് റിപ്പിൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വേവ് ഫോം നമുക്ക് എന്തായിട്ട് കാണാം? കണ്ടിന്യൂസ്ലി ഇങ്ങനെ, അതായത് കല്ല് കണ്ടിന്യൂസ്ലി നമ്മൾ ഇടുകയാണെങ്കിൽ ഈ വേവ് ഇങ്ങനെ അകന്നകന്നകന്നകന്ന് തീരത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഒരു അൺഡിസ്റ്റർബ്ഡ് ആയ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഈക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന സിസ്റ്റത്തിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റം എന്താവും? ഡിസ്റ്റർബ്ഡ് ആവും. ആ ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ ഏത് രീതിയിൽ കാണുന്നത്? വേവ് ഫോമിൽ കാണുന്നത്. അപ്പോ ദ പാറ്റേൺ വിച്ച് മൂവ്സ് വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ ട്രാൻസ്ഫർ ഓർ ഫ്ലോ ഓഫ് മാറ്റർ ആസ് എ ഹോൾ ആർ കോൾഡ് വേവ്സ്. എന്താണ് സത്യത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വെള്ളത്തിൽ ഒരു കല്ലിടുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ മുകളിൽ റിപ്പിൾസ് ഉണ്ടാവും. ആ റിപ്പിൾസ് നമ്മൾ എവിടെയാണോ ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്നത് അവിടെ നിന്നും എവേ ആയിരിക്കും ഈ വേവ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവാം. വേവ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ കല്ലിട്ടത് ആ സ്ഥലത്തുള്ള വാട്ടർ മോളിക്യൂൾ ആണോ ട്രാവൽ ചെയ്ത് ദൂരെ പോകുന്നത്? അല്ലല്ലോ, ഒരിക്കലും അല്ല. അതാണ് ഇവിടെ പറയുന്നത്, പാറ്റേൺസ് വിച്ച് മൂവ്സ് വിത്തൗട്ട് ദ ആക്ച്വൽ ഫിസിക്കൽ ട്രാൻസ്ഫർ, വിത്തൗട്ട് ദ ആക്ച്വൽ ഫിസിക്കൽ ട്രാൻസ്ഫർ ഓർ ഫ്ലോ ഓഫ് മാറ്റർ ആസ് എ ഹോൾ. മാറ്ററിന്റെ ഫ്ലോ അല്ല ഇവിടെ സംഭവിക്കുന്നത്, ആർ കോൾഡ് വേവ്സ് എന്ന് പറയും. വേവ്സ് എന്നാണ് ഇതിന്റെ ഡെഫിനേഷൻ പറയുന്നത്. എന്താണ്? ദ പാറ്റേൺസ് വിച്ച് മൂവ്സ് വിത്തൗട്ട് ദ ആക്ച്വൽ ഫിസിക്കൽ ട്രാൻസ്ഫർ ഓർ ഫ്ലോ ഓഫ് മാറ്റർ ആസ് എ ഹോൾ ആർ കോൾഡ് വേവ്സ്. സത്യത്തിൽ എന്താണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? മാറ്റർ അല്ല, അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എനർജിയാണ്. നമ്മൾ കല്ലില്, അതായത് ഒരു വെള്ളത്തിൽ ഒരു കല്ല് കൊണ്ട് ഇടുന്ന സമയത്ത് നമ്മൾ ഈ കല്ലിന്റെ ഫോമിൽ നമ്മളെ കൈനറ്റിക് എനർജിയാണ് ആ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇമ്പാർട്ട് ചെയ്യുന്നത്. ആ എനർജി വെള്ളത്തിൽ ട്രാൻസ്ഫർ ചെയ്തത് ഏത് ഫോമിലാണ്? വേവ് ഫോമിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മളെ കല്ല് എവിടെയാണോ വീഴുന്നത് ആ സ്ഥലത്തുള്ള വാട്ടർ മോളിക്യൂൾ അല്ല ട്രാവൽ ചെയ്യുന്നത്. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്താൽ മതി. ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് ആ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിപ്പിൾ ഉണ്ടാകുന്ന സമയത്ത് ഈ അതായത് സപ്പോസ് ആ വാട്ടർ മോളിക്യൂൾ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ റിപ്പിൾ ഉണ്ടാകുന്ന സമയത്ത് ഈ തെർമോക്കോൾ കൂടെ അതിന്റെ കൂടെ റിപ്പിളിന്റെ കൂടെ ദൂരേക്ക് പോകേണ്ടതാണ്. പക്ഷെ വെള്ളമല്ല മൂവ് ചെയ്യുന്നത്, എനർജിയാണ് മൂവ് ചെയ്യുന്നത്. ആ വാട്ടർ മോളിക്യൂൾ അവിടെ നിന്ന് മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തെർമോക്കോൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് മുകളിലോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും എന്ത് ചെയ്യില്ല? ദൂരേക്ക് ട്രാവൽ ചെയ്യില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, വേവ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? മാറ്ററിന്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ല. അവിടെ നടക്കുന്നത് എന്തിന്റെ ട്രാൻസ്ഫർ ആണ്? എനർജീന്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. മാറ്റർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല. ദ പാറ്റേൺസ് വിച്ച് മൂവ്സ് വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ ട്രാൻസ്ഫർ ഓർ ഫ്ലോ ഓഫ് മാറ്റർ ആസ് എ ഹോൾ ആർ കോൾഡ് വേവ്സ്. ഓക്കെ, ഇതാണ് വേവ്സിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ദ വേവ്സ് ട്രാൻസ്പോർട്ട് എനർജി ആൻഡ് ദ പാറ്റേൺ ഓഫ് ഡിസ്റ്റർബൻസ് ഹാസ് ഇൻഫർമേഷൻ ദാറ്റ് പ്രൊപ്പഗേറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അത് വേവ് എനർജിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ പാറ്റേൺ ഓഫ് ഡിസ്റ്റർബൻസ്, അതായത് ഈ നമ്മളിപ്പോ നോക്കുക, വെള്ളത്തിൽ ഒരു കല്ലിടുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്റ്റർബൻസ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡിസ്റ്റർബൻസിന് ഒരു പാറ്റേൺ ഉണ്ട്. ഏത് പാറ്റേണിലാണ്? സൈൻ വേവിന്റെ പാറ്റേണിലാണ് ആ ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും ഡെയിലി ലൈഫിൽ കാണുന്നതാണ് വെള്ളത്തിൽ റിപ്പിൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന്. ഓക്കെ, ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് അത് സൈൻ വേവിന്റെ രീതിയിലാണ് അത് എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. അതാണ് വേവ് ട്രാൻസ്പോർട്ട് എനർജി ആൻഡ് ദ പാറ്റേൺ ഓഫ് ഡിസ്റ്റർബൻസ്. ഇതാണ് ഈ സൈൻ വേവിനെയാണ് അവിടെ എന്ത് പറയുന്നത്? സൈൻ വേവിന്റെ ആ പാറ്റേണിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്? പാറ്റേൺ ഓഫ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ഹാസ് ഇൻഫർമേഷൻസ് ദാറ്റ് പ്രൊപ്പഗേറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. നമുക്ക് എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് അറിയാം. ഈ എനർജിയെ പറ്റി നമുക്ക് പഠിക്കണമെങ്കിൽ ഈ വേവിന്റെ എന്തിനെ പറ്റി പഠിച്ചാൽ മതി? പാറ്റേണിനെ പറ്റി പഠിച്ചാൽ മതി. ഈ വേവിന്റെ പാറ്റേൺ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ വേവ് ട്രാൻസ്പോർട്ട് എനർജി ആൻഡ് ദ പാറ്റേൺ ഓഫ് ഡിസ്റ്റർബൻസ്. ആ പാറ്റേൺ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്.
The pattern of disturbance has information that propagate from one point to another. എനർജി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജിയെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടണമെങ്കിൽ ആ വേവിന്റെ എന്ത് മനസ്സിലാക്കിയാൽ മതി, പാറ്റേണിനെ പറ്റി നമ്മൾ അനലൈസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എക്സാമ്പിൾസ് എന്തൊക്കെ കൊടുത്തിരിക്കുന്ന റിപ്പിൾസ് ഇൻ വാട്ടർ ബോഡീസിലെ റിപ്പിൾസ്, പിന്നെ അതുപോലെ തന്നെ സ്പ്രിങ്ങിന്റെ മോഷൻ. സ്പ്രിങ്ങിന്റെ മോഷൻ നമുക്കറിയാലോ, സ്പ്രിങ് ഇങ്ങനെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യും. അതെന്ത് മോഷൻ ആണ്? അതും ഒരു വേവ് മോഷൻ ആണ്. വേവ് മോഷൻ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് മീഡിയം ഡിപ്പെൻഡൻസ് ആണ്. നമുക്കറിയാം വേവ്സിന് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമാണ്. നമ്മൾ ഈ പറഞ്ഞ വാട്ടർ ബോഡീസിലെ റിപ്പിൾസിന് ട്രാവൽ ചെയ്യാനെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. അങ്ങനെ മീഡിയം ആവശ്യമുള്ള ഒരുപാട് വേവ്സ് നമുക്കറിയാം. സത്യത്തിൽ എല്ലാ വേവ്സിനും മീഡിയം ആവശ്യമുണ്ടോ? അതാണ് നമ്മളോട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷൻ ആണ് മീഡിയം ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് വേവിന്റെ. നോട്ട് ഓൾ വേവ്സ് റിക്വയർ എ മീഡിയം ഫോർ ദ പ്രൊപ്പഗേഷൻ. എല്ലാ വേവ്സും അവരുടെ പ്രൊപ്പഗേഷൻ എന്ത് റിക്വയർ ചെയ്യുന്നില്ല? മീഡിയം റിക്വയർ ചെയ്യുന്നില്ല. ഒരു വേവ്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വേവ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ വേവും മീഡിയം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മീഡിയം ഡിപ്പെൻഡ് ചെയ്യുന്ന വേവ് ഉണ്ട്, മീഡിയം ഡിപ്പെൻഡ് ചെയ്യാത്ത വേവ്സ് ഉണ്ട്. ഓക്കെ, മെക്കാനിക്കൽ വേവ്സ്. ഇനി അടുത്ത കാറ്റഗറിയാണ് മെക്കാനിക്കൽ വേവ്സ്. എന്താണ് മെക്കാനിക്കൽ വേവ്സ്? ദോസ് വേവ്സ് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. അതായത് നമ്മൾ എടുക്കുന്ന വേവില് ഏത് വേവ് ആണോ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മീഡിയം മാറുന്നതിനനുസരിച്ച് ആ വേവിന്റെ ക്യാരക്ടർ മാറുന്നുണ്ടെങ്കിൽ അത്തരം വേവിനെയാണ് നമ്മൾ എന്ത് പറയാ? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. മെക്കാനിക്കൽ വേവ്സ് ദാറ്റ് ആർ ദ വേവ്സ് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമുണ്ട്. മീഡിയം ഇല്ലെങ്കിൽ, മീഡിയം ഇല്ലാത്ത വാക്വത്തിലൂടെ ആ വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റൂല. അത്തരം വേവിനെയാണ് നമ്മൾ എന്ത് പറയാ? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വേവ്സ് ഇൻ സ്ട്രിങ്, ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാക്കുന്ന, ഒരു വലിച്ചു കെട്ടിയ കമ്പിയിൽ ഉണ്ടാക്കുന്ന സ്ട്രിങ്, പിന്നെ അതുപോലെ തന്നെ വാട്ടറിന്റെ മുകളിൽ ഉണ്ടാകുന്ന വേവ്സ്, സൗണ്ട് വേവ്സ്, സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സ് എർത്തിൽ ഉണ്ടാകുന്ന, എർത്ത് ക്വേക്ക് ഉണ്ടാക്കുന്ന വേവ്സ്. ഇതൊക്കെ എന്താണ്? മെക്കാനിക്കൽ വേവ്സ് ആണ്. ഇവയ്ക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് വേണം? ഒരു മീഡിയം ആവശ്യമാണ്. ഇത്തരത്തിലുള്ള വേവ്സിനാണ് നമ്മൾ എന്ത് പറയാ? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. ഇനി അടുത്ത കാറ്റഗറിയാണ് നോൺ മെക്കാനിക്കൽ വേവ്സ്. നോൺ മെക്കാനിക്കൽ വേവ്സ് ദാറ്റ് ഡോണ്ട് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. അവയ്ക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടറിലെ റിപ്പിൾസിനോ പിന്നെ അതുപോലെ തന്നെ സീസ്മിക് വേവ്സിനോ ഒക്കെ ട്രാവൽ ചെയ്യാൻ എന്ത് ആവശ്യമുണ്ട്? മീഡിയം ആവശ്യമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മീഡിയം ഇല്ലാത്ത വാക്വത്തിലൂടെയും വേവ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന മീഡിയം ഡിപ്പെൻഡ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ലാത്ത വേവ്സിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? നോൺ മെക്കാനിക്കൽ വേവ്സ് ആണ് വിളിക്കുക. The waves don't require a medium for propagation is called non-mechanical waves. Okay, അത് എക്സാമ്പിൾ ആണ് ലൈറ്റ് വേവ്സ്, ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും നോൺ മെക്കാനിക്കൽ വേവ്സ് ആണ്. നമുക്കറിയാം സണ്ണിൽ നിന്നാണ് എർത്തിലേക്ക് പിന്നെ ഇത് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് സ്പെക്ട്ര വരുന്നത്. യു വി ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, വിസിബിൾ റൈറ്റ്സ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് എർത്തേക്ക് വരുന്നത്, എർത്തിലേക്ക് വരുന്നത്. ഇത് ട്രാവൽ ചെയ്യുന്നത് ഇതിലൂടെയാണ്. എർത്തിനും സണ്ണിനും ഇടയ്ക്ക് വാക്വമാണ്, സ്പേസ് ആണ്, അവിടെ ഒരു മീഡിയവും ഇല്ല. അതിലൂടെയാണ് ഈ വേവ്സ് ഒക്കെ ട്രാവൽ ചെയ്ത് എർത്തിലേക്ക് വരുന്നത്. അപ്പൊ നമുക്കറിയാം ഇത്തരത്തിലുള്ള, അതായത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ട്രാവൽ ചെയ്യാൻ എന്ത് ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. ഓക്കെ, അതാണ്. അടുത്ത കാറ്റഗറിയാണ് മാറ്റർ വേവ്സ്. എന്താണ് മാറ്റർ വേവ്സ്? ദ വേവ്സ് വിച്ച് അസോസിയേറ്റഡ് വിത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് മാറ്റർ. അത് വളരെ ചെറിയ സ്പേസിൽ ഒരു ആറ്റത്തിന്റെ ഉള്ളിലൊക്കെ സംഭവിക്കുന്ന വേവ്സ് ആണ് മാറ്റർ വേവ്സ് എന്ന് പറയപ്പെടുന്നത്. അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ആറ്റംസ് എന്നിവയുമായി ബന്ധപ്പെട്ടാണ്. അതായത് വളരെ ചെറിയ സ്പേസിൽ ഒരു ആറ്റത്തിന്റെ ഉള്ളിലൊക്കെ നടക്കുന്ന വേവ്സ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും മൈന്യൂട്ടായ ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന വേവ്സ് ഫോമാണ് എന്ത്? മാറ്റർ വേവ്സ് എന്നറിയപ്പെടുന്നത്. അതൊരു പദാർത്ഥവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതെന്തൊക്കെയാണ്? എക്സാമ്പിൾ ഇലക്ട്രോൺ, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ആറ്റംസ് എക്സെട്ര. ഇത്രയും ചെറിയ സ്ഥലത്തിനുള്ളിൽ നടക്കുന്ന, അവിടെ ഉണ്ടാവുന്ന വേവ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാറ്റർ വേവ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ വേവ്സ്, പ്രോട്ടോൺ വേവ്സ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അതാണ്. ഇപ്പൊ 3 തരത്തിൽ നമ്മൾ പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? മെക്കാനിക്കൽ വേവ്സ്, പിന്നെ അതുപോലെ തന്നെ നോൺ മെക്കാനിക്കൽ വേവ്സ്, പിന്നെ അതുപോലെ തന്നെ മാറ്റർ വേവ്സ്. ഇതിന്റെ 3ന്റെയും എക്സാമ്പിൾസ് പഠിച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ചാണ്. നമുക്ക് നോൺ മെക്കാനിക്കൽ വേവ്സും പിന്നെ അതുപോലെ തന്നെ മാറ്റർ വേവ്സും ആവശ്യമില്ല. നമുക്ക് മെക്കാനിക്കൽ വേവ്സ് ആണ് ആവശ്യമുള്ളത്. ഈ മെക്കാനിക്കൽ വേവ്സ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും, പിന്നെ ഒന്ന്
ലോഞ്ചിറ്റ്യൂണൽ വേവ്, ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്, പിന്നെ ലോഞ്ചിറ്റ്യൂണൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവ്, എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്സ് നമുക്ക് നോക്കാം. ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അത് സപ്പോസ് എക്സ് ആക്സിസിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഇതാണ് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. ഈ പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ മീഡിയത്തിലെ പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ, നോക്ക് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ, ഏത് ഡയറക്ഷനിലേക്കാണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഈ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട്, അതായത് പോസിറ്റീവ് വൈ ആക്സിസും നെഗറ്റീവ് വൈ ആക്സിസിലേക്കും ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയാം. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയ കുഴപ്പമില്ല. ഏത് ഡയറക്ഷനിലേക്കാണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനെ പെർപെൻഡിക്കുലർ ആയിക്കൊണ്ടാണ് ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവ്സിനെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുക, ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നറിയപ്പെടും. അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്, റിപ്പിൾസ്, റേഡിയോ വേവ്സ്, ലൈറ്റ് വേവ്സ് ഒക്കെ. റിപ്പിൾസ്, റേഡിയോ വേവ്സ്, ലൈറ്റ് വേവ്സ് ഒക്കെ എന്നാണ് പറയുന്നത്. വേവ് എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതിലുള്ള ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവല്ലോ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ ഒരു വെള്ളത്തിൽ അൺഡിസ്റ്റർബ്ഡ് ആ ഒരു വാട്ടർ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു വാട്ടർ ബോഡിയിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം മൂവ് ചെയ്യുന്നത്, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെ, വേവ് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വൈബ്രേറ്റ്. ഇതാണ് നമ്മൾ എന്ത് സംഭവിക്കുന്ന ഒരു വാട്ടർ ബോഡിന്റെ മുകളിലും സംഭവിക്കുന്നത്. ഇവിടുന്ന് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നുള്ളൂ, അതൊരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നില്ല. അപ്പൊ അത്രയും വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയാം. ഇനി അടുത്തൊരു കാറ്റഗറി ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, എങ്ങോട്ടാണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷന് പാരലൽ ആയിട്ടാണ് ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഒരു വേവ് എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷന് പാരലൽ ആയിട്ടാണ് അതിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പ്രിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സൗണ്ട് വേവ്സ് ഉണ്ട്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു സ്പ്രിംഗ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഇതാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. പോസിറ്റീവ് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, പാർട്ടിക്കിൾസ് അടുത്തടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, പാർട്ടിക്കിൾസ് അകന്നകന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഓക്കെ, ഇവിടെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് പാരലൽ ആയിട്ടാണ് ഇതിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങോട്ടാണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് പാരലൽ ആയിട്ടാണ് ഈ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. സ്പ്രിംഗിലെ വേവ് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. ഇതിൽ ഈ പാർട്ടിക്കിൾസ് അടുത്തടുത്തിരിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ എന്ത് പറയും, കംപ്രഷൻ എന്ന് വിളിക്കും. ഈ പാർട്ടിക്കിൾസ് അകന്നകന്നിരിക്കുന്ന സ്ഥലത്തിനെ നമ്മൾ എന്ത് വിളിക്കും, റേറിഫാക്ഷൻ എന്ന് വിളിക്കും. പാർട്ടിക്കിൾസ് അടുത്തടുത്ത് നിൽക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്ത് വിളിക്കും, കംപ്രഷൻ സോൺ എന്ന് വിളിക്കും. അകന്നകന്നിരിക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്ത് വിളിക്കും, റേറിഫാക്ഷൻ എന്ന് വിളിക്കും. ഇത് തന്നെയാണ് സൗണ്ട് വേവ്സിൽ നടക്കുന്നത്. സൗണ്ട് വേവ്സിൽ എന്താ, എയറിലൂടെ സൗണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കംപ്രഷനും റേറിഫാക്ഷനും ഉണ്ടാക്കിയിട്ടാണ്
എയറിലൂടെ സൗണ്ട് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്ത് പോകുന്നത്. അതായത് എയർ എയറിൽ നിന്ന് സൗണ്ട് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനെ പാരലൽ ആയിട്ടാണ് അതിലുള്ള എന്ത് സംഭവിക്കുന്നത്, പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് സൗണ്ട് എന്താണ്, ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആയിട്ടാണ് സൗണ്ടിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചില്ല. ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്, ലോഞ്ചിറ്റ്യൂണൽ വേവ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ മീഡിയത്തിലെ പാർട്ടിക്കൽസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അവയെ നമ്മൾ എന്ത് വിളിക്കും, ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് വിളിക്കും. ഇനി വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനെ പാരലൽ ആയിട്ടാണ് ആ മീഡിയത്തിലെ പാർട്ടിക്കൽസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അവയെ നമ്മൾ എന്ത് വിളിക്കും, ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് എന്ന് വിളിക്കും. അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ഓക്കെ. ഇനി ട്രാൻസ്വേഴ്സ് വേവ്സ് ക്യാൻ ബി പോളറൈസ്ഡ്. ട്രാൻസ്വേഴ്സ് വേവിന് എന്ത് ചെയ്യാൻ പറ്റും, പോളറൈസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്വേഴ്സ് വേവിനെ നമുക്ക് പോളറൈസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമുള്ള ആഹ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നമുക്ക് അതിനെ പോളറൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ പാസ് ത്രൂ സോളിഡ്സ് ഓൺലി. അതിന് സോളിഡ്സിനുള്ളിലൂടെ മാത്രമേ പാസ് ചെയ്യാൻ പറ്റൂ ട്രാൻസ്വേഴ്സ് വേവ്. എന്നാൽ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോളറൈസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിന് എല്ലാ ടൈപ്പ് മീഡിയത്തിലൂടെയും കടന്നു പോകാൻ പറ്റും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഏത് മീഡിയ ആയിക്കോട്ടെ അതിലൂടെ ഒക്കെ ഏത് പോകും, ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് കടന്നു പോകും. പക്ഷെ ട്രാൻസ്വേഴ്സ് ഏതിലൂടെ മാത്രമേ കടന്നു പോകും, സോളിഡ്സിലൂടെ മാത്രമേ കടന്നു പോകും. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ടെർമിനോളജീസ് പഠിക്കാം. എന്താണ് ഈ വേവ്സുമായി ബന്ധപ്പെട്ട, മെക്കാനിക്കൽ വേവ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. ആ ടെർമിനോളജീസ് നോക്കാം. ഓക്കെ. നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് ട്രാൻസ്വേഴ്സ് വേവ് ആണ് എടുക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ടെർമിനോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സ് വേവ് എടുത്തിട്ടുണ്ട്. ഇതില് എന്താണ് ക്രസ്റ്റ്? ഒന്നാമത്തെ ടെർമിനോളജി ആണ് ക്രസ്റ്റ്. എന്താണ് ക്രസ്റ്റ്? ക്രസ്റ്റ് നോക്കാം. ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, ഇക്വിലിബ്രിയം ഉണ്ടല്ലോ, ഈ എക്സ് ആക്സിസ് ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പൊസിഷൻ. ഇക്വിലിബ്രിയത്തിൽ നിന്ന് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നതാണല്ലോ നമ്മൾ പറഞ്ഞ പാർട്ടിക്കൽസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഒന്ന്. മുകളിലേക്കും താഴേക്കും വൈബ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതാണ് ട്രാൻസ്വേഴ്സ് വേവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ. ഇതില് പിന്നെ പോസിറ്റീവ് വൈ ആക്സിലേക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ ഒരു കളക്ഷൻ ഉണ്ടാവില്ല. പോസിറ്റീവ് വൈ ആക്സിലേക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ ഒരു കളക്ഷൻ ഉണ്ട്. ആ ഭാഗത്തിന് ഇക്വിലിബ്രിയത്തിൽ നിന്ന് പോസിറ്റീവ് വൈ ആക്സിലേക്ക് മാത്രം വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾസിന്റെ കളക്ഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്രസ്റ്റ് ഞാൻ ഈ അടയാളപ്പെടുത്തിയ കാണുന്നില്ലേ, ഇതാണ് ക്രസ്റ്റ്. ഓക്കെ. ഇനി അടുത്ത ടെർമിനോളജി എന്താണ് ട്രഫ്? ട്രഫ് ട്രഫ് എന്ന് പറയുന്നത് ഈക്വിലിബ്രിയത്തിൽ നിന്നും മൈനസ് വൈ ആക്സിലേക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ കളക്ഷൻ. ഈക്വിലിബ്രിയത്തിൽ നിന്നും മൈനസ് വൈ ആക്സിലേക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ കളക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രഫ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ക്രസ്റ്റും ട്രഫ് ഒരു വേവിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയ സാധനമാണ് ഈ ക്രസ്റ്റ്, ട്രഫ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് രണ്ടും നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതാണ് വേവ് ലെങ്ത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്ന് എന്തായി, ഒരു വേവ് ആയി. ഓക്കെ. ഒരു സൈക്കിളായി, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും ആയി കഴിഞ്ഞാൽ ഒരു വേവ് സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തതാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്താണ്? മെയിൻ പൊസിഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് നടത്തുന്ന പാർട്ടിക്കിൾ അത് എത്ര ദൂരം ട്രാവൽ ചെയ്യും, ആ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ക്രസ്റ്റ് ഇതാണ് മെയിൻ പൊസിഷൻ. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും. അപ്പൊ ഈ പൊസിഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ.
അതുപോലെ തന്നെ നമുക്ക് ട്രഫിലും പറയാൻ പറ്റും ഇതാണ് മീൻ പൊസിഷൻ, ഇതാണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്യുന്ന പൊസിഷൻ, ഇതാണ് ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ട്രഫ് എന്നും പറയാൻ പറ്റും. അപ്പൊ ക്രസ്റ്റ് എന്നും ട്രഫ് എന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംപ്ലിറ്റ്യൂഡ് പറയാൻ പറ്റും. ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ബൈ എ പാർട്ടിക്കിൾ ഫ്രം ദ മീൻ പൊസിഷൻ എന്താണ് കാണിച്ചിരിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഇനി അടുത്തത് വേവ് ലെങ്ത്. എന്താണ് വേവ് ലെങ്ത്? വേവ് ലെങ്ത് എന്താണെന്ന് നോക്കാം. ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേർന്ന് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആയി എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന ലെങ്തിനെയാണ്, ഒരു വൺ കംപ്ലീറ്റ് സൈക്കിളിന്റെ ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ വരെ എത്തിയല്ലോ, ഇതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വൺ കംപ്ലീറ്റ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു വൺ കംപ്ലീറ്റ് സൈക്കിളിന്റെ ലെങ്ത് ആണ് എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ യൂഷ്വലി ലാംഡ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. യൂഷ്വലി ലാംഡ കൊണ്ടാണ് വേവ് ലെങ്തിനെ നമ്മൾ എന്ത് ചെയ്യാറ്? ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ ഓക്കെ ഇനി അടുത്ത് നോക്കാനുള്ളത് സ്പീഡ് ഓഫ് ദ വേവ്. സ്പീഡാണ്, വേവിന്റെ സ്പീഡിനെ കുറിച്ചാണ്. നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ ആണ് അല്ലെ? അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് വേവിന്റെ സ്പീഡ് കാണാൻ, വേവിന്റെ ഡിസ്റ്റൻസ് ഒരു കംപ്ലീറ്റ് സൈക്കിള് പൂർത്തിയാക്കാൻ എടുത്ത ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തിനു പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഒരു വൺ കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തിയാക്കാൻ എടുത്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഇവിടെ വേവ് ലെങ്ത് എടുക്കാം, ഡിവൈഡ് ബൈ ടൈം ടേക്കൺ എന്ന് പറയുന്നത്. അതായത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, അതായത് ഒരു വൺ കംപ്ലീറ്റ്, ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഫോം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് എന്ത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മിയർലി ടൈം എന്നല്ല പറയാ, എന്താ പറയാ? ടൈം ടൈം പീരീഡ് എന്നാണ് പറയാ. ഓക്കെ, ടൈം പീരീഡ് ക്യാപിറ്റൽ ടി. അപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ ഇതാണ്, ലാംഡ ബൈ ടി. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് എടുത്തു? വേവ് ലെങ്ത് ആയിട്ട് എടുത്തു. ആ വേവ് ലെങ്ത് അതായത് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡ് ആണ്, അത് ശ്രദ്ധിക്കണം. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിനാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ടൈം പീരീഡ് കൊണ്ട് ആ വേവ് ലെങ്തിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? വേവിന്റെ സ്പീഡിനെ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു, സ്പീഡ് ഓഫ് ദ വേവ് പഠിച്ചു, അതേസമയം നമ്മൾ എന്ത് പഠിച്ചു? ടൈം പീരീഡ് പഠിച്ചു. ഓക്കെ, അടുത്തത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സൈക്കിളിൽ, അതായത് ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ നമ്മൾ എത്ര വൈബ്രേഷൻ, എത്ര ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര സൈക്കിൾസ് അല്ലെങ്കിൽ എത്ര വൈബ്രേഷൻസ് കംപ്ലീറ്റ് ചെയ്തു? ഒരു നമുക്കറിയാം ഒരു ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രഫും ഒരു ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഉണ്ടാവും. ഓക്കെ, ഇത് ഒരു സെക്കൻഡിൽ ഇവയുടെ എത്ര എണ്ണം ഒരു നിശ്ചിത പൊസിഷൻ ട്രാവൽ കവർ ചെയ്ത് പോയി എന്ന് നമ്മൾ പറയുന്നതാണ്. അതായത് ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് എന്ത്? ആ വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേം നമുക്ക് മനസ്സിലായി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ന്യൂ ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, ന്യൂ. അതുപോലെ തന്നെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/t ആയിരിക്കും. ടൈം പീരീഡിന്റെ ഇൻവേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്.
ടൈം പീരീഡിന്റെ ഇൻവേഴ്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതും കഴിയും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സൗണ്ട് വേവ്സിനെ കുറിച്ചാണ്. സൗണ്ട് വേവ്സ്, നമുക്കറിയാം സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. അത് കംപ്രഷനും റയർഫാക്ഷനും ഒരു മീഡിയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ക്രസ്റ്റും ഡ്രഫും ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഫോം ചെയ്യുക. അതുപോലെ തന്നെ കംപ്രഷൻസും റയർഫാക്ഷൻസും ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആണ് ഫോം ചെയ്യുക. നമ്മൾ അതുപോലെ തന്നെ എയർ എന്നുള്ള മീഡിയത്തിലൂടെയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത് കംപ്രഷൻസും റയർഫാക്ഷൻസും ഉണ്ടാക്കി ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അതിൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക? എങ്ങോട്ടാണോ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് ആ ഡയറക്ഷന് പാരൽ ആയാണ് അതിലുള്ള ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. അതുകൊണ്ട് സൗണ്ട് എന്താണ്? ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. ഓക്കെ, ഇനി സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗണ്ടിന് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സൗണ്ട് സഞ്ചരിക്കുന്നത് സോളിഡ്സിലൂടെയാണ്. എന്തുകൊണ്ടായിരിക്കും സൗണ്ട് ഏറ്റവും കൂടുതൽ സോളിഡ്സിലൂടെ കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നത്? കാരണം സോളിഡ്സിലെ പാർട്ടിക്കിൾസ് അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് വേഗം എന്താ വൈബ്രേഷനെ ഒരാൾ വൈബ്രേറ്റ് ചെയ്ത് അടുത്ത ആളിലേക്ക് ട്രാൻസ്ഫർ, ആ എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കും. കാരണം അടുത്തടുത്താണല്ലോ പാർട്ടിക്കിൾസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സോളിഡ്സിലാണ് ഏറ്റവും കൂടുതൽ സൗണ്ട് ട്രാവൽ ചെയ്യുക. നമുക്കറിയാം റെയിൽവേ ട്രാക്കിലൊക്കെ ട്രെയിൻ ദൂരെ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ദൂരെ നിന്ന് ഇപ്പോൾ നമ്മൾ ട്രാക്കിന്റെ സൈഡിലേക്ക് ഗേറ്റിൽ നിൽക്കുന്ന സമയത്ത് ട്രെയിൻ ദൂരെ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ട്രാക്കിലൂടെ അതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സൗണ്ട് കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നത് ലിക്വിഡ്സിലൂടെയാണ്. നമുക്കറിയാം എയറിനെക്കാളും കൂടുതൽ മോളിക്യൂൾസ് അടുത്തടുത്ത് കിടക്കുന്ന ലിക്വിഡ്സിലാണ്, പിന്നെ ഗ്യാസിലാണ്. ഓക്കെ, ഇതാണ് സ്പീഡിന്റെ ഓർഡർ. സ്പീഡ് ഓഫ് ദ സൗണ്ട് വേവ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓഫ് ദ മീഡിയം. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓഫ് ദ മീഡിയം. ഒരു അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിനനുസരിച്ച് സൗണ്ടിന്റെ സ്പീഡ് കൂടി കൂടി വരും. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണമായി കാണിക്കാം. 0 ഡിഗ്രി സെൽഷ്യസിൽ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 330 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസിൽ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 343 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നോക്കൂ, 0 ഡിഗ്രി സെൽഷ്യസിൽ 330 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഉള്ളൂ സൗണ്ടിന്റെ സ്പീഡ്. പക്ഷേ 20 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന സമയത്ത് 343 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സൗണ്ടിന്റെ സ്പീഡ് കൂടും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? എനർജി മോളിക്യൂൾസ്, അതായത് അല്ല, എയർ മോളിക്യൂൾസിന് എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ എനർജി എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് അവിടെ നിന്ന് വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇതുകൊണ്ട് തന്നെ എനർജി നമ്മൾ ഈ സൗണ്ടിന്റെ ട്രാവലിംഗ് അല്ലെങ്കിൽ സൗണ്ടിന്റെ ഈ എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്ന പ്രോസസ്സ്, കംപ്രഷൻ ആൻഡ് റയർഫാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എളുപ്പത്തിൽ നടക്കും. സോ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് സൗണ്ട് എന്ത് ചെയ്യും? സ്പീഡിൽ സഞ്ചരിക്കും. ഓക്കെ, ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ബാക്കിയുള്ള ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ.